ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു ഇൻവെർട്ടർ മേക്കിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇൻവെർട്ടർ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ഒരു കേസ് ആവശ്യമാണ്. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമുക്ക് ഒന്നുകൂടി റീസെറ്റ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ആയിട്ട് കാണിക്കാൻ പോവാണ്. അപ്പോൾ കുറച്ച് 4 വർഷത്തോളം വർക്ക് ചെയ്ത ഇൻവെർട്ടറാണ്. അപ്പോൾ നമ്മളത് ഊരിയെടുത്തതാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഫസ്റ്റ് തന്നെ ഫ്രണ്ടിലേക്ക് എൻ്റെ പാനൽ വരുന്നുണ്ട്. അതിലേക്ക് ഒന്നിത് മെയിൻ ഓണാണ്, അതായത് നമ്മുടെ കറണ്ട് ഓൺ ആണെങ്കിൽ കത്തുന്നതാണ് ഒന്നത്. അതേപോലെ തന്നെ ചാർജിങ്, ബാറ്ററി ചാർജ് ഇല്ലാത്ത സമയത്ത് ഓട്ടോമാറ്റിക് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് ചാർജ് ഓൺ ആണെങ്കിൽ ഇതും, അതേപോലെ തന്നെ നമ്മളെ ഇൻവെർട്ടർ സ്വിച്ച് ഈ സ്വിച്ച് ഓൺ ആണെങ്കിൽ നമുക്കിവിടെ ഈ ഒരു UPS ഓൺ കാണിക്കും. അതേപോലെ തന്നെ ലോ ബാറ്ററി, അതേപോലെ തന്നെ ഓവർലോഡ്, അതായത് ഓവർലോഡോ ബാറ്ററി ചാർജിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇത് കത്ത് നമുക്ക് ഇൻവെർട്ടർ ഓൺ ആവില്ല. പിന്നെ അതുപോലെ നമുക്ക് ഇതിൽ വരുന്ന മെയിൻ 600 VA ഒരു ബോർഡാണ് വരുന്നത്. നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് സ്വിച്ചിങ് വരുന്നുണ്ട്. ഇതിൻ്റെ പൾസ്, അതായത് സ്വിച്ചിങ് പൾസ് ഓസിലേറ്റർ വരുന്നത്. അപ്പോൾ നമ്മുടെ IC എന്നാണ്, ഈ IC എന്നാണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മളെ ഈ ഒരു മോസ്ഫെറ്റ് വഴി ഇതിൽ നിന്ന് വരുന്ന പൾസിനെ ഗേറ്റിലേക്ക് വന്നിട്ട്, അതേപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന വോൾട്ടേജ് ആക്കി നമ്മുടെ ബാറ്ററിയിൽ നിന്ന് വരുന്ന സപ്ലൈയും പാടെ ഇതിൽ യൂസ് ചെയ്തിട്ട്, ഇത് ബാറ്ററിയിൽ നിന്ന് വരുന്ന ഈ സപ്ലൈ ഇതിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് പിന്നെ വരുന്നത് നമ്മുടെ ഈ ട്രാൻസ്ഫോമറിലേക്കാണ് വരുന്നത്. നമ്മുടെ ഈ ഒരു ട്രാൻസ്ഫോമറിലേക്ക് വന്നിട്ടാണ് നമുക്ക് പിന്നെ ഔട്ട്പുട്ട് വരുന്നത്. ഇതേ ഒരു ഫംഗ്ഷൻ തന്നെയാണ് നമുക്ക്, ഇതേപോലെ തന്നെ നമുക്ക് വോൾട്ടേജ്, അതായത് ഈ ബാറ്ററിയിലേക്ക് ചാർജ് ആകുന്നത് ഇതേ ഓരോ പ്രവർത്തനം തന്നെയാണ്. നമ്മൾ ഇവിടുന്ന് സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഇവിടുന്ന് വരുന്ന ഈ റിലേ നമ്മൾ പറഞ്ഞു, ആ റിലേയിൽ നിന്ന് വരുന്ന അത് മോസ്ഫെറ്റിലേക്ക് പോയിട്ട് മോസ്ഫെറ്റ് അതേപോലെ തന്നെ ഇങ്ങോട്ട് ബാറ്ററിയിൽ നിന്ന് സപ്ലൈ വരുന്ന അതേപോലെ തന്നെ നമുക്ക് ഈ മോസ്ഫെറ്റ് വഴി ബാറ്ററിയിലേക്കും ചാർജിങ് നടക്കുന്നത്. അപ്പോൾ അതിൽ ഇതാണ് അതിൻ്റെ മൈക്രോ കൺട്രോളർ IC വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇതിനൊക്കെ ഹൈ വോൾട്ടേജ് ആക്കി നമ്മുടെ പൾസ് ചെയ്തിട്ട് നമ്മുടെ AC നമുക്ക് ഈ ട്രാൻസ്ഫോമറിലേക്കാണ് വോൾട്ടേജ് വന്നിട്ടാണ് നമുക്ക് പിന്നെ 12 വോൾട്ട് ബാറ്ററിയിൽ നിന്ന് വരുന്ന സപ്ലൈ നമുക്ക് ഔട്ട്പുട്ടായിട്ട് 250-230 വോൾട്ടൊക്കെ ഔട്ട് വരുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യാൻ നമുക്ക് DC വോൾട്ടേജ് വർക്ക് ചെയ്യില്ല. അപ്പോൾ DC AC ആക്കണം. AC ആക്കാൻ വേണ്ടി ഒരു പൾസ് ചെയ്യുന്നതാണ് ഇത്. സൈൻ വേവ് ആണ്, സൈൻ വേവ്, സ്ക്വയർ വേവ് ആക്കും. ഇത് സ്ക്വയർ വേവ് ആണ്. സ്ക്വയർ വേവ് ആണെങ്കിലും നമുക്ക് സ്ക്വയർ വേവ് ആക്കണമെങ്കിൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഔട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഗേറ്റ്, അതായത് മോസ്ഫെറ്റിൻ്റെ ഇതാണ്, 6 മോസ്ഫെറ്റാണ് വരുന്നത്. ഈ 6 മോസ്ഫെറ്റിൻ്റെ ഫസ്റ്റ് വരുന്ന കാലാണ് ഗേറ്റ്, ഡ്രെയിൻ, സോഴ്സ്. അപ്പോൾ ഇതിലേക്കുള്ള സോഴ്സ് നമുക്ക് ഒരു PWM പൾസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു പവറാക്കിയിട്ട് നമുക്ക് ഈ ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കുകയും ബാറ്ററിയിലെ പവറിനെ ഫുള്ളായിട്ട് നമ്മുടെ പോസിറ്റീവും നെഗറ്റീവും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് വന്നിട്ട് നമുക്ക് ഇതിലേക്ക് കിട്ടുന്നത്, നമുക്ക് പുറത്തേക്ക് എടുക്കുന്നത് കറണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ വർക്കിംഗ്. അതേപോലെ തന്നെ ഇതിൻ്റെ ടാപ്പിംഗ് ഇത് 0 ആണ്, അതായത് കോമൺ. രണ്ടാമത്തെ വരുന്നത് ഇത് നമുക്ക് 160 വോൾട്ട് 250 വോൾട്ടാണ് ഇതിൽ വരുന്നത്. അപ്പോൾ 250 വോൾട്ട് നമുക്ക് ഇത് ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടാണ് 250. അതേപോലെ തന്നെ 160 വരുന്നത് നമുക്ക് ചാർജിങ് ആണ്. അപ്പോൾ നമ്മൾ 250 വോൾട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ഈ ഒരു ഇതിനെക്കാട്ടും കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാറ്ററിയിൽ നിന്ന് നമുക്ക് 12 വോൾട്ട് കറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 250 കറക്റ്റ് കിട്ടുമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഈ 160 വരുന്ന ഈ വൈൻഡിങ്ങിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 12 വോൾട്ട് എന്നുള്ളത് 15 വോൾട്ടെങ്കിലും വരണം നമുക്ക് ബാറ്ററി ചാർജ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് 160 ടാപ്പിംഗ്. മാത്രമല്ല നമ്മുടെ ഈ ഒരു ചാർജിങ് പോകുന്നത് ഡയറക്റ്റ് AC നമ്മളൊരു കപ്പാസിറ്റർ വഴിയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു റിലേ ഇവിടെ കാണാം, ഈ ഒരു റിലേനെ ബേസ് ചെയ്തിട്ടാണ് ചാർജിങ് കൺട്രോളിങ് നടക്കുന്നത്. അപ്പോൾ ഇത് പിന്നെ നമുക്ക് ഈ പ്രോഗ്രാം ICയിൽ പിന്നെ വോൾട്ടേജ് എത്ര, നമുക്ക് 13 വോൾട്ടിൽ നിന്ന് താഴെ വരുന്ന സമയത്താണ് ഇത് ഓട്ടോമാറ്റിക് കട്ടായിട്ട് നമുക്ക് ഇത് റിലേ ഓൺ ആവുകയും ചാർജിങ് നടക്കുകയും 15 വോൾട്ട് ആകുമ്പോൾ ഓട്ടോമാറ്റിക് കട്ടാവുകയും ചെയ്യും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഈ IC നമ്മൾ പ്രോഗ്രാം IC ചെയ്തിട്ടിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് റിലേന്ന് പോകുന്ന സമയത്ത് ഈ ഒരു ഇതിലേക്കുള്ള ചാർജിങ്ങിലേക്ക് പോകുന്നത് നമ്മളെ ഈ ഓൾറെഡി നമ്മുടെ ഈ ഒരു ബാക്കിലെ കാണാം, ഇതാണ് അതിൻ്റെ അഡാപ്റ്റർ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ കണക്ടർ. അപ്പോൾ ഇതാണ് നമുക്ക്, ഇവിടെയാണ് നമുക്ക് AC ഇന്ന് കൊടുക്കുക. അതേപോലെ തന്നെ അത് കോമൺ ന്യൂട്രൽ, അതേപോലെ ഇൻവെർട്ടർ ഔട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു വയർ വഴി നമുക്ക് ഇവിടെ എത്തി. അപ്പോൾ നമുക്ക് AC ഇന്ന് ഇവിടെ എത്തി ഫേസ്, അതേപോലെ തന്നെ കോമൺ ന്യൂട്രൽ,
അതേപോലെ തന്നെ നമ്മുടെ കൺട്രിൽ നിന്ന് ന്യൂട്രൽ നേരെ വന്ന് ട്രാൻസ്ഫോമറിൻ്റെ സീറോയിലും വരും. അതേപോലെ ബോർഡിലേക്ക് നമ്മുടെ ന്യൂട്രലും ഒന്നിച്ച് ജോയിൻ്റ് അടിച്ചാണ് നമ്മളവിടെ കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സാധാരണ ഈ ഫേസ് ലൈൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് ഇൻവെർട്ടർ ഔട്ട് കിട്ടുന്നത് നമുക്ക് സാധാരണ KCB ലൈനാണ് കിട്ടുക. അപ്പോൾ നമ്മുടെ കറണ്ട് പോകുന്ന സമയത്ത് ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ 250 വോൾട്ട് നമ്മുടെ ഇതിലേക്കുള്ള മോസ്ഫെറ്റും ഇതൊക്കെ സ്വിച്ചിങ്ങും ഒക്കെ നടന്നതിന് ശേഷം നമുക്ക് സാധാ കറണ്ട് പോയാൽ പിന്നെ ഈ ഔട്ട്പുട്ടിൽ സാധാ KCB ലൈൻ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ ലൈന് വരിക നമ്മളെ ഈ ഒരു 250 ടാപ്പിംഗ് വരുന്ന ഇൻവെർട്ടറാണ് ഔട്ട് വരിക. ഇൻവെർട്ടർ ഡയറക്റ്റ് ഇവിടെ കൊടുത്ത് നമുക്ക് കൊടുക്കാൻ കഴിയില്ല, കാരണം ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന ഈ റിലേ മുഖേനയാണ്. അപ്പോൾ നമ്മൾ കറണ്ടുള്ള സമയത്ത് ഈ റിലേ വഴി നമുക്ക് സാധാ KCB ലൈനാണ് ഔട്ട് വരിക, ഇതിലേക്ക് ഔട്ടിലേക്ക് വരിക. പിന്നെ നമുക്ക് ഈ 250 വരുന്ന ഇൻവെർട്ടർ ലൈൻ നമുക്ക് കറണ്ട് പോകുന്ന സമയത്ത് ഇവിടെ ഈ റിലേ ഓണാവുകയും ഈ റിലേ ഓണായിട്ട് ഇതിലെ സ്വിച്ചിങ് നമുക്ക് ഡബിൾ പോൾ വരുന്നുണ്ട്. ഈ പോളിൽ വരുന്നതിൽ നമുക്ക് KCB ലൈൻ കട്ടാക്കിയിട്ട് നേരെ ഇൻവെർട്ടർ ലൈൻ കയറ്റിയിട്ട് നമുക്ക് ഈ ബോർഡിൽ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ റിലേൻ്റെ ഇവിടെ കാണാം, ഈ റിലേൻ്റെ ബോർഡ്, ഈ റിലേൻ്റെ ഔട്ടിൽ നമുക്ക് ഈ ഇൻവെർട്ടർ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് നമുക്ക് KCB ലൈനാണ് ഇതിൽ ഔട്ട് വരിക. ഈ ഔട്ട് പോകുക KCB ലൈൻ, ഇതാണ് ഔട്ട് ലൈൻ, ഇൻവെർട്ടർ ഔട്ടാണിത്. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് എന്താവും, ഈ ഒരു ലൈന് ഇൻവെർട്ടർ ലൈൻ ഇവിടെ വരികയും ഈ റിലേ ഓൺ ആയിട്ട് നമുക്ക് ഈ ടാപ്പിങ് ഇവിടേക്കുള്ളത് നമുക്ക് റിലേ ഇങ്ങോട്ട് സ്വിച്ചിങ് ചെയ്തിട്ട് KCB ലൈന് കട്ടാക്കിയിട്ട് നമുക്ക് ഇൻവെർട്ടർ ലൈനിൽ കയറ്റിയിട്ട് അപ്പം നമുക്ക് ബാറ്ററിയിൽ നിന്ന് പവർ എടുത്തിട്ട് നമുക്ക് ഇൻവെർട്ടർ കിട്ടുന്നത്. 12 ആണ്, ഇതും 12, സെൻട്രൽ 0 ആണ്. അപ്പോൾ 0ക്ക് നമ്മൾ പ്ലസ് കൊടുക്കും. പ്ലസ് കൊടുക്കുമ്പോൾ നമ്മളെ ഈ ഒരു പ്ലസ് വയർ നമ്മുടെ ബാറ്ററിയിലേക്ക് പ്ലസ് പോകും. അതേപോലെ തന്നെ ഇതിൽ നമ്മളൊരു എക്സ്ട്രാ വയർ നമ്മൾ ഈ ബോർഡിലേക്ക് ഒരു പ്ലസ് വരുന്നുണ്ട്, ബോർഡ് ചാർജ് ആകാൻ വേണ്ടിയിട്ട്. ഈ ബോർഡിലേക്കുള്ള സപ്ലൈ ആയിട്ട് കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഓണായി കിടക്കും. ഈ ഒരു നെഗറ്റീവ് സപ്ലൈ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു മോസ്ഫെറ്റിൻ്റെ ഡ്രെയിൻ സോഴ്സിലേക്കാണ്. മൂന്നാമത്തെ കാല്, അതായത് ഈ ഒരു മൂന്നാമത്തെ കാല് സോഴ്സാണ്. ഇതിലേക്കാണ് നമ്മൾ നെഗറ്റീവ് സപ്ലൈ കൊടുക്കുന്നത്, മൂന്നാമത്തെ കാലിലേക്ക്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു 6 മോസ്ഫെറ്റ് വരുന്നുണ്ട്. 6 മോസ്ഫെറ്റ് നമുക്ക് കാണാം ഇവിടെ ഷോർട്ട് ചെയ്തിട്ട്, ഇതുപോലെ ഫുള്ള് ഷോർട്ട് ചെയ്തിട്ട് ഡ്രെയിനിലുള്ള സോഴ്സിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിവിടെ നെഗറ്റീവ് സപ്ലൈ ഓൾറെഡി കിട്ടി. അപ്പോൾ നമുക്ക് പോസിറ്റീവ് സപ്ലൈ നമ്മൾ ആദ്യം പറഞ്ഞു. പോസിറ്റീവ് സപ്ലൈ നമ്മൾ ഇവിടുന്ന് പോയിട്ട് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ഈ ഒരു നടുക്കുള്ള വൈൻഡിങ് 0യിലേക്ക് നമ്മൾ പോസിറ്റീവ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ബാറ്ററി ചാർജ് ആവുകയാണെങ്കിലും ഓപ്പോസിറ്റൊക്കെ ഈ മോസ്ഫെറ്റ് ഈ റിവേഴ്സ് ആയിട്ടാണ് ചാർജിങ്ങും അതേപോലെ ഇങ്ങോട്ട് വരുന്നത് മോസ്ഫെറ്റ് വഴി തന്നെയാണ്. അപ്പോൾ അത് ഓക്കെ. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഒരു പ്ലസ് നമ്മൾ ഇവിടുന്ന് കൊടുത്തെന്ന് പറഞ്ഞു. പിന്നെ വരുന്നത് ഇതിൻ്റെ കാണാം ഡ്രെയിന്, അതായത് രണ്ടാമത്തെ കാല്, അതായത് ഈ ഒരു മോസ്ഫെറ്റിൻ്റെ രണ്ടാമത്തെ കാല്, ഇത് നമുക്ക് ഡ്രെയിനാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ഡ്രെയിനിലേക്ക് സപ്ലൈ വരുന്നത് നമ്മളെ ഈ സ്വിച്ചിങ്, അതായത് ഈ ഒരു ഓണാക്കുന്ന സമയത്ത് ഈ പൾസ് ഉണ്ടാവും. ഈ ഒരു ഇതിൽ നിന്ന് വരുന്നൊരു പൾസിനനുസരിച്ച് നമുക്ക് DC AC ആക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് ഔട്ട് വരുന്നത്. ഈ ഔട്ട് വരുന്നത് നമ്മളെ ഈ മോസ്ഫെറ്റിൻ്റെ രണ്ടാമത്തെ കാല്. ഈ രണ്ടാമത്തെ കാല് പറഞ്ഞാൽ നമുക്ക് 6 മോസ്ഫെറ്റ് ഉണ്ട്. 6 മോസ്ഫെറ്റിൽ 3 മോസ്ഫെറ്റ് ഒരു ചാനലും അടുത്ത 3 മോസ്ഫെറ്റ് ഒരു ചാനലായിട്ടാണ് നമുക്ക് ഔട്ട് വരുന്നത്. അപ്പോൾ ഇതൊരു റെഡ് വയർ കാണാം, അതേപോലെ ഈ റെഡ് വയർ, ഇത് രണ്ടും ഔട്ട്പുട്ടാണ്. അപ്പോൾ ഈ രണ്ട് ഔട്ട്പുട്ട് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ 0യിലേക്ക് നമ്മൾ പ്ലസ് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് നമ്മൾ അടുത്ത ഡ്രെയിനിൽ നിന്ന് വരുന്ന ഒരു ചാനൽ 3 മോസ്ഫെറ്റിൻ്റെ ഈ ഒരു ട്രാൻസ്ഫോമറിലേക്കും കൊടുത്തു, ട്രാൻസ്ഫോമറിൻ്റെ ഒരു വൈൻഡിങ്ങിലേക്കും കൊടുത്തു. അതേപോലെ അടുത്ത വൈൻഡിങ്ങിലേക്ക് നമ്മൾ ഈ ഒരു റെഡും കൊടുത്തു. ആ സമയത്ത് ചാർജ് ആവുന്ന സമയത്ത് ഇത് ഓൺ ആവുന്ന സമയത്ത് നമ്മൾ 250 പറഞ്ഞു, 250 വോൾട്ടേജും കോമണും വന്നിട്ട് നമുക്ക് ഇൻവെർട്ടർ ഔട്ട്പുട്ട് നമ്മളിവിടെ വയറൊക്കെ കൊടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഔട്ടിലും കിട്ടും, ഇതിൽ നമുക്ക് വോൾട്ടേജ് 220 വോൾട്ടേജ് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ബോർഡിൽ നമുക്ക് ഈ ഒരു കണക്ടർ കാണാം. ഇത് നമുക്ക് കണ്ടിട്ടുണ്ട്. ഇത് എന്തിനാ വെച്ചാൽ നമ്മുടെ ഇതിലേക്കുള്ള ഒരു നെഗറ്റീവ് സപ്ലൈയും അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ സിഗ്നൽ LED-ക്കുള്ള സിഗ്നലാണ്. ഇവിടെ കാണാം നമുക്ക് ഇൻവെർട്ടറിലെ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഓരോ ഇൻഡിക്കേറ്ററിലേക്കുള്ള സിഗ്നലുകൾ മാത്രമേ വേറെ ഒന്നും അതിൽ വരുന്നില്ല. പിന്നെ ഈ നീല വയർ ഇവിടെ കാണാം. നമ്മൾ ആദ്യം അവിടെ ട്രാൻസ്ഫോമർ വരുന്ന പ്ലസ് നമ്മുടെ റെഡ് ഇവിടെ കൊടുത്ത് നേരത്തെ ഓൾറെഡി സെൻറ്ററിൽ നിന്ന് വരുന്ന ടാപ്പിംഗ് വരുമ്പോൾ കൊടുത്ത് ബാറ്ററിയിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലസ് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞു. അതേപോലെ 2 നീല കാണാം. ഈ 2 നീല നമുക്ക് സ്വിച്ചിങ് ആണ്. അപ്പോൾ ഈ ഒരു സ്വിച്ചിങ് എന്ന് പറയുമ്പോൾ
ഈ വയർ ഇതിലങ്ങനെ പോയിട്ട് നമ്മൾ ഇതിലേക്ക് 2 വയറിൽ കണക്ട് ചെയ്യാണ്. ഇത് ഓൺ ആക്കുന്ന സമയത്താണ് നമ്മൾ ഈ പൾസ് ജനറേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഒരു ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ ഇടിയും മിന്നലും ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഇൻവെർട്ടറിൻ്റെ ഈ സ്വിച്ച് മാത്രം ഓഫാക്കുന്നത്, അതൊരു ഫാൾട്ടാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ നമുക്ക് പിന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്, നമുക്ക് ഈ വീഡിയോ ലെങ്ത് കൊണ്ട് നമുക്ക് വേറെ വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ, സി യു.